செம்மையா இருக்குடா பயங்கரமா ரசிக்கிறா இன்னைக்கு ஒரு பிடி எல்லாரும் வாங்கோ அப்ப எல்லாரும் ஆல்வேஸ் வெல்கம் டு ஸ்டடி പോവാ പോണം കടയില എത്ര ഉണ്ടാവും നോക്കിയേ ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബക്കറ്റ് ചിക്കനാണ്. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കനൊക്കെ വാങ്ങി ദായ്സ് നമ്മുടെ പപ്പയും കൂടിയിട്ട് വാങ്ങാനായിട്ട് പോയിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ഉണ്ടായിരുന്നു എനിക്കപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഇവർ ചിക്കനൊക്കെ വാങ്ങിയത്. നേരത്തെ രാവിലെ മസാലയൊക്കെ തേച്ച് വയ്ക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബീം വലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. തച്ചി ഇതില്ലേ തച്ചി പറഞ്ഞു മസാല തേച്ച് വെക്കാനായിട്ട് തച്ചി വരുമ്പോഴത്തേനും ഗൈസ് ഇത് കണ്ടില്ലേ എല്ലാവരും രാവിലെ മസാല തേക്കാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇപ്പോഴാണ് രാവിലെ ആയത് ഗൈസ്. ഞാൻ ഇതൊക്കെ എന്റെ വ്യൂവേഴ്സ് കേക്കും. അങ്ങനെ വേണ്ട അങ്ങനെ അവിടെ അല്ലേ അമ്മനോ നമ്മ പണിയെടുക്കുമ്പോ അതിന്റെ വന്നിട്ട് ഇടങ്ങേറാക്കണം അല്ലേ. ചിക്കൻ കഴിക്കുന്നത് നോക്കി ഇവിടെ കുറെ പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരാള് സഹായിക്കാം പാവമ്മനു കണ്ട കണ്ട നീ അധികം മറന്നു നീ രണ്ട് വെളുത്തുള്ളി എങ്കിലും നന്നാക്കിയിട്ടുണ്ട്. ഇതിന്റെ പിന്നെ കൊച്ചുണ്ടെന്നാ പറയുന്നേ. ഇത് പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കാണില്ലേ. അങ്ങനെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അടുത്തത് മഞ്ഞപ്പൊടി അല്ലേ ഇത്ര മതിയാ മഞ്ഞപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി അല്ലേ. മല്ലിപ്പൊടി കുറച്ച് മതിയല്ലേ. ഓക്കെ അടുത്തത് ഗരം മസാല ആണോ. ഗരം മസാല മാത്രമാ മതിയാ മതിയാ ചില്ലി ചിക്കൻ മതിയാ. ഓക്കെ മതി. ഇനി നാരങ്ങ വീഴ അല്ലേ. ഉപ്പ് വേണ്ടേ. ഇതാ അളവ് പറയാൻ പറ്റില്ലടാ ഗൈസ്. എനിക്കും ഇതിന്റെ അളവ് പറയാൻ പറ്റില്ല. അപ്പൊ ഉണ്ടോ നോക്കിയിട്ട് ആദ്യം നോക്കൂ. അപ്പൊ ഒരു കൊളം ആക്കാവക്ക് ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഇതിന് നാരങ്ങയാണ് പിയുന്നത്. അതിൻ്റെ ഇടയിൽ വെളുത്തുള്ളി ഇവിടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി കൂട്ടിയിട്ട് നാരങ്ങ കട്ട് ചെയ്യുക. ഇല്ല പോയിക്കടേ കുരുപറ്റ
എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ പറയാം. വെള്ളം കൊടുത്തില്ലാരും തുടങ്ങട്ടെ പറയട്ടെ. അപ്പൊ ഫസ്റ്റ് വരെ ഉള്ളിലേക്ക് നല്ലോണം വരണല്ലേ. കാലിലിട്ടെ ഏറ്റവും വലിയ ബുക്കാണ് ഇവിടുത്തെ. നമ്മൾ ഷാബിനെ ഫുപ്പ് വന്ന് പോയി സത്യം പറയുന്നതൊക്കെ ഫുപ്പൂരെ കൊണ്ട് ചെയ്യിപ്പിച്ച പൊള്ളിയായിരുന്നല്ലേ. അപ്പൊ ഒരു ദിവസം നമുക്ക് എന്തായാലും കലൂര് പോകുമ്പോ അല്ലെ ഫുപ്പൂനെ കൊണ്ട് പണിയെടുപ്പിക്കാം. അല്ലെങ്കിൽ നമ്മ നല്ല അതെ അതപ്പോ കട്ടിലിരിക്കുന്ന ടി വി ആണല്ലോ. ഇതിന്റെ ഉള്ളിലൊക്കെ കുത്തിക്കല്ലോ. ഏല ആവശ്യം കണ്ട മുട്ടായി ഇല്ല ബണ്ണ് മേടിക്കാം. ബണ്ണ് പൊരിക്കും. അപ്പൊ അങ്ങനെ നമ്മ ചിക്കൻ്റെ അവളെടുക്ക. അപ്പൊ ഇനി അടുത്ത നമ്മ കാലുവാരിയുള്ള പരിപാടിയാണ്. ചിക്കൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തേക്കണം കേട്ടോ. ഞാൻ ജിയോ മച്ചാന മറച്ചിക്കൊണ്ടാണ് ചെയ്യണത്. അപ്പോ മച്ചന്മാരെ മറ്റേതാന്ന് പറഞ്ഞ സമ്മയാസർക്കട ഭയങ്കരമാ രസിക്കട ഇന്ന കുറിപ്പിടി എല്ലാരും വാങ്ങോ. അപ്പൊ എല്ലാരും പറ ഓൾവേസ് വെൽക്കം ടു. നമ്മ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഉള്ളിലേക്കൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓവറായിട്ട് മസാല ചേർക്കാൻ പാടില്ല എന്നാണ് പറയണ കേൾക്കാറ്. അല്ല ഞാൻ പറയുന്നത് നമുക്ക് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിക്കൻ നമ്മളെ മറ്റേ മോഹൻലാലിന്റെ ഒരു പടം ഉണ്ടല്ലോ മറ്റേ ചിക്കൻ കൈ ആദ്യം വലത് കൈ കറക്കുക, പിന്നെ കയത്ത് കറക്കുക, അതിന്റെ റിട്ടേൺ കറക്കുക. അത് ഞങ്ങൾ മാറ്റിക്കുക ഇസാ. അപ്പൊ അങ്ങനെ മസാല തേക്കണ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് പുറകെ വന്നോ ഒരാള് ഈ ഓല മൊത്തക്ക് കീറണം. ചിക്കൻ എടുത്താ ചിക്കൻ എടുത്തിട്ട് വരൂ. ഓക്കെ അല്ലേ, സെറ്റായില്ലേ മോനെ? ഇങ്ങോട്ട് വാ. നിങ്ങൾ ഭക്ഷണം കഴിച്ചാ? കഴിച്ചില്ലേ? ഞാൻ വന്നോണ്ടി വന്നോ? കഴിക്കാൻ പറയണ്ടായോ? അതെ പപ്പാനെ തുറന്നു വെയിറ്റ് താങ്ങോ. നമ്മളെ ചിക്കൻ അവിടെ ഇരുന്നുണ്ട് ഗായ്സ്. വെള്ളോ നോക്കട്ടെ. അമ്മയോ പരിപാടി ഓരോരുത്തരും വെക്കി അത് പോട്ട്.
മറ്റേ കല്യാണത്തിന് പൂവറിയില്ലേ ഗൈസ് അങ്ങനെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഗൈസ്. അപ്പോൾ അവരെല്ലാം അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി തീ കൊളുത്തുക എന്നുള്ള ഒരു കർമ്മം കൂടിയാണ്. അത് നിർവഹിക്കുവാനായിട്ട് ഞാനിത് അർഷായിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അർഷാനെ വരാത്തിരി തെളിയിക്കൂ. ഉദ്ഘാടനം തറയിൽ നിൽക്കുന്ന ആൾക്ക് എന്താ ചെരുപ്പ്? ശുഭരാത്രി തീരാൻ വേണ്ട. നല്ല ഉണങ്ങിയതാവുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നു തോന്നുന്നു. നല്ല കത്തില്ല തുടങ്ങി കത്തിപ്പിടിച്ചു. ഇനി ഇത്ര ഓലക്കൂടി കാര്യമില്ല, ഇനിയും വേണം. ഇന്നിപ്പോ കത്തി തീരൂലേ, ആ പാത്രം ചൂടാവാനേ ഉള്ളത്. ഓക്കേ ഓക്കെ അല്ലേ? പിന്നല്ല നമ്മ വെച്ചോല. അപ്പൊ സെറ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ? അപ്പൊ ഇതില് നല്ല പൊരിക്കണോണ്ടേ തിരുന്ന ആരങ്ങോട്ട് പിയ്യാൻ കൊടുത്തു. എല്ലായിടത്തേക്കും ഇട്ടത്. ഓ അൻസറല്ല മാറി വാ ഇവാ. ഓ നമ്മൾ വിചാരിച്ചോ ചേട്ടാ ജ്യൂസ് ചെയ്യണ്ട കേട്ടാ കേട്ടാ. നല്ല കറക്റ്റ് വെന്തല്ലേ? ആ നമുക്ക് തുടങ്ങിയാലോ? മൈനസ് എടുക്ക്. കാണിച്ചു കൊടുക്ക തിന്നണേ. തച്ച കാണിച്ചു കൊടുക്ക്. ചൂടുണ്ട്. മയണൈസ് എടുത്തുമ്പോ ബണ്ണ് പൊട്ടിക്കും. എന്ത് ആർക്ക് കണ്ണാ? പോരെ ബണ്ണിന്റെ പീസ് വേണോ? മൈനസ് വേണോ? ആ അല്ല പിന്നെ ഇത് മസാല ആചാമിക്കോ? ആ ഷൗക്കുമ്പുണ്ട്, ദിയക്കുട്ടി ഉണ്ട്, ഇസക്കുട്ടി ഉണ്ട്. ഇസാക്ക പോയി വെച്ച് നോക്കട്ടെ. കടിച്ചേ കടിക്ക്. എന്നാച്ചാ ഓടി വരൂ. വേണ്ട ഷൗക്കുമ്മ
ആ ആ കാണിക്കൂട്ടാ ഗൈസ് ഇതാണ് അമ്മനു വേണ്ടെന്നോടാ ആ അങ്ങനെ സൂപ്പറാണോ ആ എന്നാ ചാമ്പിക്കോ ജീജുവിന്റെ മസാല ഒരു രക്ഷയില്ല അല്ലേ പൊള്ളി സാധനം പറയ് ഓ സൂപ്പർ അടിപൊളി സൂപ്പർ സൂപ്പർ അപ്പൊ നമ്മളിത് തീർക്കട്ടെ. അപ്പൊ ഗായ്സ് ഇതെല്ലാരും കഴിച്ചു തരുന്നത് ചിക്കൻ പാവ ചിക്കൻ അവശിഷ്ടം ഓക്കെ ഒന്നും പോലെ കളഞ്ഞില്ല വേസ്റ്റ് മൊത്തം ഇടരുത് പിന്നെ അപ്പുറത്ത് വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊന്നും കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല നമ്മൾ ചെറിയ അല്ലേ പിള്ളേരായിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിലാണ് പോയത് പിന്നെ ബഡ്ജറ്റും കുറവുണ്ട് ഗൈസ് പിന്നെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നാ അവരോട് നമുക്ക് ചോദിച്ചേക്കാം എന്തേ എങ്ങനെയുണ്ട് ഗൈസ് ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ച ഒരാളുണ്ട് ആ പുള്ളിക്കാരത്തി അമ്മനു വാ വാ ഇങ്ങോട്ട് വരൂ വരൂ പ്ലീസ് തിന്നുമ്പോ നല്ല രീതിയിൽ തിന്നാന്നല്ല വാ വാ എങ്ങനെയുണ്ടല്ലോ അഭിപ്രായം പറഞ്ഞിട്ട് പോയിക്കോളൂ എങ്ങനെയുണ്ട് ചിക്കൻ എന്തൊക്കെയാണ് ഇതിൽ തോന്നിയത് ഇഷ്ടപ്പെട്ടത് ഓ താങ്ക് യു മസാല നമ്മളാണ് അയ്യോ പുള്ളിക്കാരി നോക്കുന്നതാണോ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു അനുഭവം എല്ലാവർക്കും അല്ലേ അപ്പൊ ഇവിടെ എല്ലാരും നാളെ അമ്മൂന് ചൗക്കുമ്മയൊക്കെ തിരിച്ചു പോകട്ടാ അമ്മൂന് ഇതിനു മുമ്പ് നമ്മളെ വീഡിയോയില് വന്നിട്ടുണ്ട് നമ്മളോട് കുറെ നാളായിട്ട് വീഡിയോ ചെയ്യുന്നില്ല വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ച് നമ്മളെ ഇറങ്ങിയ ആളാണ്ട് അമ്മൂന് അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റ് ബോക്സിൽ അടിയിൽ കമന്റ് അല്ലേ രേഖപ്പെടുത്തേ അടയാളപ്പെടുത്തേ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ.